നമസ്കാരം. സിരി ന്യൂസിലേക്ക് സ്വാഗതം. കിഫ്ബിയോട് വിരോധപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും സംസ്ഥാന വികസനത്തിന് കിഫ്ബി നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി ഗ്രാമപഞ്ചായത്തിന്റെയും ധർമ്മടം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കോളാട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോളാട് പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ വിഭവശേഷി കുറവ് പരിഗണിച്ചാണ് 2016 കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. 5 വർഷം കൊണ്ട് പശ്ചാത്തല സൌകര്യ വികസന മേഖലയിൽ 50,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ലക്ഷ്യമിട്ടെടുത്ത് 2021 ആവുമ്പോഴേക്കും 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുത്തത്. ഇപ്പോൾ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ കഴിഞ്ഞു. സർക്കാരിന്റെ ബജറ്റ് വിഹിതവും കിഫ്ബി ഫണ്ടും കൂടി ചേർന്നാണ് നാടിന്റെ അതിവേഗ വികസനം യാഥാർത്ഥ്യമാക്കിയത്. ഇതിന്റെ ഭാഗമായി ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന സൌകര്യ വികസന മേഖലകളെ വലിയ തോതിൽ മെച്ചപ്പെടുത്താനും മാറ്റം വരുത്താനും കഴിഞ്ഞു. ഈ വികാസം ഇനിയും മുന്നോട്ടു പോകണം. കിഫ്ബി മുഖേന ഏറ്റെടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കിഫ്ബിക്ക് സ്വയം വരുമാന മാർഗമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കിഫ്ബിയെ നിലനിർത്താനായി സ്വയം വരുമാനമുണ്ടാക്കേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതിലേക്ക് നിർബന്ധിതമാകുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേ എതിർപ്പുകാർ പിന്നെ ഇവിടെ ഉണ്ടായല്ലോ, 2016 ശേഷം ഉണ്ടായല്ലോ. ഈ പോയ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടല്ലേ തിരിച്ചു വരാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് വലിയ നഷ്ടം സംഭവിച്ചു കേട്ടോ. ഒരു പിഴ, സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ കൂടി പങ്കുവഹിക്കണം, വില കൂടിയിരിക്കുകയാണ് ഭൂമിക്ക്, അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റിയുണ്ട്. അവസാനം 5,600 കോടി രൂപ നമ്മൾ അതിനു വേണ്ടി കൊടുക്കേണ്ടി വന്നു. 25% ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 20% ഞങ്ങൾ വഹിക്കാമെന്ന ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നു. അന്ന് വരെ ഒരു സംസ്ഥാനവും അത്തരമൊരു ബാധ്യത ഏറ്റെടുത്തിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെ ഒരു സംസ്ഥാനവും ഇത്തരമൊരു ബാധ്യത ഏറ്റെടുത്തിട്ടില്ല. ഒരു നാടിൻ്റെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ 25% സംസ്ഥാനം കൊടുക്കുക എന്നത് കേരളത്തിന് മാത്രം വിധിക്കപ്പെട്ട ഒരു പിഴയായിരുന്നു. കോളാട് LP സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത്, വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി വിശിഷ്ട അതിഥിയായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി P ബാലൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM സജിത, ബൈജു നങ്ങാരത്ത്, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അംഗം K ബിന്ദു, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, PWD പാലങ്ങൾ വിഭാഗം കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ പങ്കെടുത്തു.